കാലത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്തുള്ള ചെറുനാരക മുതൽ ലൈം ട്രീ നിറയെ വിളഞ്ഞു പാകമായി കിടക്കുന്ന നാരങ്ങകളാണ് കാണുന്നത്. എത്ര മനോഹരമായ കാഴ്ചയാണിത് അല്ലേ? ഇവയെല്ലാം എന്താണ് ചെയ്യുക എന്നാലോചിച്ചപ്പോൾ രണ്ട് വഴികളാണ് എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നത്. ഒന്ന്, ജ്യൂസ് പിഴിഞ്ഞ് സ്ക്വാഷ് ഉണ്ടാക്കുക. അതിനുശേഷം ബാക്കി വരുന്ന നാരങ്ങ തൊലികൾ ഉപയോഗിച്ചിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുക. എന്നാൽ നമുക്കൊന്ന് തുടങ്ങിയാലോ? വെൽക്കം ടു ജയ്ജൂസ് ഹോം വീഡിയോസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോകളെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ആദ്യമായി വേണ്ടത് നമുക്ക് ആവശ്യമുള്ള നാരങ്ങകൾ മുഴുവൻ പറിച്ച് കഴുകി തുടച്ചെടുക്കുകയാണ്. ജലാംശം മുഴുവൻ മാറ്റിയെടുക്കണം. അതിനുശേഷം അവയെല്ലാം മുറിച്ച് ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. ജ്യൂസ് പിഴിഞ്ഞെടുക്കാതെ മുഴുവനായി നമുക്കിങ്ങനെ നാരങ്ങ അച്ചാറിനായിട്ട് ഉപയോഗിക്കാം. ബാക്കി വരുന്ന തൊലികൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഈ കഷ്ണങ്ങൾ നന്നായി ഉണക്കിയെടുത്ത ഭരണിയിലേക്ക് ഇട്ടുവയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകല്ലും നടുവേ മുറിച്ച പച്ചമുളകും ഇട്ടുവയ്ക്കുക. ഇത് നന്നായി ഇളക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു സൂക്ഷിക്കുക. 3-4 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കാണുന്നത് നാം പിഴിഞ്ഞെടുത്ത ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് ഉണ്ടാക്കുന്നതാണ്. ഈ സ്ക്വാഷ് ഉണ്ടാക്കുന്നതിൻ്റെ വിശദമായ വീഡിയോ ഈ ചാനലിൽ തന്നെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അതുപോലെ ചെയ്തു നോക്കുക. വളരെ എളുപ്പമുള്ള റെസിപ്പിയാണത്. രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ ഈ നാരങ്ങ നല്ലതുപോലെ അലിഞ്ഞ് ഉപ്പും എരിവും എല്ലാം പിടിച്ച് പാകമാകും. അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണിത്. 4 ആഴ്ചകൾക്ക് മുമ്പ് തയ്യാറാക്കിയതാണിത്. എല്ലാം നല്ലതുപോലെ പാകമായിരിക്കുകയാണ്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നാം ഇന്ന് എടുത്തിട്ടുള്ളത് 30 വലിയ നാരങ്ങകളാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി പറയുന്നവയാണ്. വെളുത്തുള്ളി 20 വലിയ അല്ലികൾ, ഇഞ്ചി 2 വലിയ കഷ്ണങ്ങൾ, കറിവേപ്പില 1 പിടി, ഒലിവെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ 100 മില്ലി, വിനാഗിരി 100 മില്ലി, കായപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ പൊടിച്ചത് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ. ആദ്യമായി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക. അതുപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കുക. കറിവേപ്പില ചെറുതായി ഒന്ന് മുറിച്ചെടുക്കുക. ചുവട് കട്ടിയുള്ള പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും തൊട്ടുപുറകെ തന്നെ ഇഞ്ചിയും ഇട്ട് വഴറ്റുക. ഇനി 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അടുത്തതായി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചൂടാവുമ്പോൾ 100 മില്ലി വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആപ്പിൾ സൈഡർ വിനാഗിരിയാണ്. ഇതെല്ലാം നല്ലതുപോലെ ചൂടാകുമ്പോൾ നാരങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കുക. സ്റ്റൗവിലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ നാരങ്ങയും മസാലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നാരങ്ങ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ചൂടാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അടിപൊളി നാരങ്ങ അച്ചാർ റെഡിയായിരിക്കുകയാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഭരണികളിലേക്ക് മാറ്റുക.
ഒട്ടും വായ കടക്കാതിരിക്കുവാൻ വേണ്ടി നല്ലതുപോലെ അമർത്തി നിറച്ചതിന് ശേഷം മുകളിൽ കുറച്ച് ഒലിവെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഭരണി അടച്ചു വെച്ച് തീരുവോളം ഉപയോഗിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോയും നാരങ്ങ അച്ചാർ റെസിപ്പിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇതുപോലെ മറ്റൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.